ഇന്ത്യ ഉൾപ്പെടെയുള്ള 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ സെക്ഷൻ 301 നികുതിക്കെതിരെ നിയമപോരാട്ടം ആരംഭിച്ച് അമേരിക്കയിലെ 25 സംസ്ഥാനങ്ങൾ. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ് യുഎസ് അന്താരാഷ്ട്ര വ്യാപാര കോടതിയെ സമീപിച്ചത്. ഈ നികുതി വർധനവ് ഉപഭോക്താക്കൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സെക്ഷൻ 301 നടപടികളുടെ ഭാഗമായി ഇന്ത്യ നിലവിൽ 10% തീരുവ നേരിടുന്നുണ്ട്. നിർബന്ധിത തൊഴിൽ സാഹചര്യം തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ച 60 രാജ്യങ്ങൾക്കുമേൽ കഴിഞ്ഞ മാസം യുഎസ് 10% മുതൽ 12.5% വരെ പുതിയ തീരുവകൾ ചുമത്തിയിരുന്നു. ജൂലൈ 24-ന് കാലാവധി അവസാനിച്ച 10% ആഗോള തീരുവയ്ക്ക് പകരമായാണ് ഈ പുതിയ നടപടി നടപ്പിലാക്കിയത്. രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കും ഇത് ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുവ തീരുമാനത്തിനെതിരെ 25 സംസ്ഥാനങ്ങൾ തിങ്കളാഴ്ച യുഎസ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിൽ ഹർജി ഫയൽ ചെയ്തത്. ഈ തീരുവകൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ്, ഗവർണർ കാത്തി ഹോജുൽ, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മ എന്നിവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള 17 രാജ്യങ്ങളാണ് നിലവിൽ 10% തീരുവ നേരിടുന്നത്. ഇന്ത്യൻ ഇറക്കുമതിക്ക് യുഎസ് മുൻപ് 12.5% തീരുവയാണ് നിർദ്ദേശിച്ചിരുന്നത്. നിർബന്ധിത തൊഴിലിലൂടെ നിർമ്മിക്കുന്ന ചരക്കുകളുടെ ഇറക്കുമതി നിരോധിച്ചുകൊണ്ട് ജൂൺ 14-ന് ഇന്ത്യ വിദേശ വ്യാപാര നയം ഭേദഗതി ചെയ്തതിനെ തുടർന്നാണ് കുറഞ്ഞ നിരക്ക് നിലവിൽ വന്നത്. ആഗോള വ്യാപാരത്തിൽ നിർബന്ധിത തൊഴിൽ രീതികളെ ചെറുക്കുന്നതിനായി 1974 വ്യാപാര നിയമത്തിലെ സെക്ഷൻ 301 ആണ് തങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് ട്രംപ് ഭരണകൂടം അവകാശപ്പെടുന്നത്. എന്നാൽ ഭരണകൂടം ആവർത്തിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത അതേ സമഗ്ര തീരുവകൾ വീണ്ടും നടപ്പിലാക്കാനുള്ള ഒരു മറ മാത്രമാണിതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ തീരുവകൾ യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് ചുമത്തിയതെന്നും നിർബന്ധിത തൊഴിലിനെ നേരിടുകയെന്ന ഭരണകൂടത്തിന്റെ ലക്ഷ്യവുമായി ഇതിന് കാര്യമായ ബന്ധമില്ലെന്നും ഹർജിയിൽ വാദിക്കുന്നു. വിവിധ രാജ്യങ്ങളുടെ മേൽ തീരുവ ചുമത്തുന്നതിനെ ന്യായീകരിക്കുന്നതിനായി നിർബന്ധിത തൊഴിലിലൂടെ നിർമ്മിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന 3 ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്നും ഹർജിയിൽ പറയുന്നു. സുപ്രീം കോടതി വിധിയെ തുടർന്ന് താൽക്കാലികമായി ഏർപ്പെടുത്തിയിരുന്ന തീരുവകളുടെ കാലാവധി അവസാനിക്കാനിരിക്കെയായിരുന്നു ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. നിർബന്ധിത തൊഴിൽ വഴി ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തടയാൻ നിയമമില്ലാത്ത ചൈന, UK, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് 12.5% തീരുവ ബാധകമാകും. അതേസമയം നിയമമുണ്ടെങ്കിലും കർശനമായി നടപ്പിലാക്കുന്നില്ലെന്ന് യുഎസ് വിലയിരുത്തുന്ന ഇന്ത്യ, ശ്രീലങ്ക, യൂറോപ്യൻ യൂണിയൻ എന്നിവയ്ക്ക് 10% തീരുവ ചുമത്തും. യുഎസ്, മെക്സിക്കോ, കാനഡ കരാർ പ്രകാരമുള്ള ഉൽപ്പന്നങ്ങൾ, എണ്ണ, പ്രകൃതിവാതകം എന്നിവ ഉൾപ്പെടെയുള്ള ചില ഇറക്കുമതികളെ പുതിയ തീരുവയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 2025-ൽ പ്രഖ്യാപിച്ച ലിബറേഷൻ ഡേ തീരുവകൾ സുപ്രീം കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ താൽക്കാലിക സംവിധാനത്തിന് പകരമായാണ് പുതിയ നടപടി. ട്രംപ് ഭരണകൂടത്തിന്റെ ദീർഘകാല വ്യാപാര നയത്തിന്റെ തുടർച്ചയായാണ് പുതിയ തീരുമാനമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. നിർബന്ധിത തൊഴിൽ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് അമേരിക്കയിൽ പതിറ്റാണ്ടുകളായി വിലക്കുണ്ടെന്നും സമാന നടപടികൾ വ്യാപാര പങ്കാളികളും സ്വീകരിക്കേണ്ട സമയമാണെന്നും യുഎസ് ട്രേഡ് പ്രതിനിധി ജാമിസൺ ഗ്രീർ പറഞ്ഞു. പുതിയ തീരുമാനത്തോടെ ഇന്ത്യക്കെതിരായ തീരുവ 10% തുടരും. നേരത്തെ ഇന്ത്യക്ക് 12.5% വരെ അധിക പിഴത്തുക ചുമത്തുകയെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും നിർബന്ധിത തൊഴിൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിക്കാൻ ഇന്ത്യ ഉൾപ്പെടെ ചില രാജ്യങ്ങൾ നടപടികൾ സ്വീകരിച്ചതായി വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ 10% തീരുവ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതെന്നും അറിയിച്ചു. സബ്സിഡിയിലൂടെ കൃത്രിമമായി വില കുറച്ച് കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെയും ട്രംപ് ഭരണകൂടം അടുത്ത ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ കൂടുതൽ തീരുവ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതി റദ്ദാക്കിയ വ്യാപാര നിയന്ത്രണങ്ങൾ നിയമപരമായി തിരിച്ചുകൊണ്ടുവരാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് പുതിയ നടപടികളെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.